الصلاة والسلام على سيد الأنبياء والمرسلين وآل كل وصحابة أجمعين أما بعد. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉസ്താദുമാർ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ പകുതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. കുറഞ്ഞ ദിനരാത്രങ്ങൾ കൂടി മാത്രമേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ. റമദാനിന്റെ ഓരോ രാവും കഴിയും തോറും മഹത്വങ്ങൾ വർദ്ധിച്ച് വരികയാണ്. ഇന്ന് മഗ്‌രിബോടുകൂടെ ബദറിന്റെ രാവ് 17-ാം രാവ് ആരംഭിക്കും. ഇവിടെ നാട്ടില് നാളെ മഗ്‌രിബിന്റെ ശേഷം. അത് ഞാൻ ഓർമ്മപ്പെടുത്തിയത് വിശുദ്ധ റമദാനിൽ നമ്മൾ ഹയാത്താക്കേണ്ട 6 രാവുകളിൽ ഒരു പ്രധാനപ്പെട്ട രാവാണ് ബദറിന്റെ രാവ്. ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ സുഹൃതങ്ങളെ കൊണ്ട് രാത്രി സജീവമാക്കുക. അള്ളാഹു പൊരുത്തപ്പെടുന്ന, അള്ളാഹുവിങ്കിൽ രക്ഷപ്പെടാൻ ഉതകുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ കൊണ്ടുവരണം. നമ്മൾ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഒരു കണക്കിന് പലരുടെയും വീട്ടിലുള്ളതിനേക്കാളും സുഖങ്ങൾ ഇവിടെ വെച്ച് അനുഭവിക്കുന്നവരാണ്. ഇതിൽ കുറെ ആൾക്കാരെ വീട്ടിൽ എ സി ഇല്ലാത്തൊരു കൈ ആണല്ലോ ആൾക്കാരുടെ വീട്ടില്. അപ്പൊ ഞാൻ പറഞ്ഞത്, പക്ഷെ നമ്മൾ ആ പഴുതൊക്കെ നമ്മൾ സ്വീകരിക്കണം. ദുനിയാവിലല്ല, ആഖിറത്തിൽ. ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം ദുനിയാവിൽ സ്വീകരിക്കുന്ന ആള് ദുനിയാവിലും രക്ഷപ്പെടും. അങ്ങനെയാണ് അതിന്റെ വകുപ്പ്. ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം ദുനിയാവിൽ സ്വീകരിക്കുന്ന ആള് ദുനിയാവിലും അയാൾക്ക് രക്ഷ കിട്ടും. ദീനിന്റെ ഖിദ്മത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാ സംഗതികളും നടക്കും. ദീനി ഖിദ്മത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാനാണെന്നല്ല, ആത്മാർത്ഥമായിട്ട് നമ്മൾ ദീനിന്റെ ഖിദ്മത്ത് എടുക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല വേണ്ട രൂപത്തിൽ അല്ലാഹു തആല സാധിപ്പിച്ചു തരും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ബുഖാരിയിൽ നിരവധി തവണ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ജാബിർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഒരു ഹദീസ്. അവിടുത്തെ ഉപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദായി. ഉഹദിലേക്ക് പോകുന്നതിന്റെ തലേന്ന് മോനെ വിളിച്ച്, ജാബിർ റളിയല്ലാഹു അൻഹു വിളിച്ച് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയ കൂട്ടത്തിൽ പറഞ്ഞു, മോനെ കുറച്ച് കടങ്ങളുണ്ട്, അത് നീ വീട്ടണം. അതുപോലെ തന്നെ എനിക്ക് കൂടുതലുള്ളത് പെൺമക്കളാണ്, അവരെ നീ നോക്കണം. ഇതൊക്കെ ഏൽപ്പിച്ചാണ് ഉപ്പ ഉഹദിലേക്ക് പോകുന്നത്. ദീനിന് ഖിദ്മത്തെടുത്താൽ കാര്യങ്ങൾ എളുപ്പമായി കിട്ടുമെന്നാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്ന തലക്കെട്ട്. ഇതിൽ ആത്മവിശ്വാസമാണ് നമുക്ക്. നമ്മുടെ ദീനിന്റെ ഏറ്റവും വലിയ ഖിദ്മത്ത് നമ്മൾ മാസം ഈ ജലാലിയിൽ സംബന്ധിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. മാസത്തിൽ ദിനേന 1000 ദിക്ർ ചൊല്ലിയ ആൾക്കാരെ ആലോചിച്ച് നോക്കുമ്പോ നമ്മൾ മാസത്തിൽ ഏതായാലും വരണല്ലോ, വരണം. ദിനേന 10,000 ചെല്ലൽ നോക്കുമ്പോ നമ്മൾ എത്ര വരണ്ടേ? കാരണം നമ്മൾ കണ്ട സുഖങ്ങളൊന്നും അവർ കണ്ടിട്ടില്ല, അവരനുഭവിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, സ്വപ്നം കണ്ടിട്ടില്ല. അത്രയും വലിയ പുരോഗതിയുടെ ലോകത്താണ് നമ്മളുള്ളത്. പഴയ കാലത്ത് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് കുറച്ച് അപ്പുറത്ത്, 1 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന ഒരാളെ കിട്ടണമെങ്കിൽ അങ്ങോട്ട് പോണ്ടേ, വിളിക്കണ്ടേ? ഇപ്പോഴോ ഒന്ന് പട്ടണം അമർത്തിയാൽ പോലെ നമുക്ക് അയാളെ വിളിക്കാൻ. അള്ളാഹു തന്ന സൗകര്യമില്ലേ? അങ്ങനെ കൂടെ എല്ലാ സൗകര്യങ്ങളും കൂട്ടിക്കോളും. എല്ലാ സൗകര്യങ്ങളും കൈപ്പിടിയിൽ ഒതുക്കി ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ശുക്റാണ്, അള്ളാഹുവിനോടുള്ള ശുക്ർ. സുഖങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാന്നല്ല, ശുക്ർ, ആ സുഖത്തിനേക്കാളും വലിയ ശുക്റാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അത് പ്രധാനമായും നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു മാർഗമാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ഉപ്പ ഉഹദിൽ ഷഹീദായപ്പോ, ഉപ്പ ഷഹീദായി എന്നതുകൊണ്ട് കിട്ടാനുള്ള കടക്കാരായ ആൾക്കാരൊന്നും ഷഹീദല്ലെന്ന് എഴുതിയിട്ട് ബാക്കി നിൽക്കുന്നില്ല.
ഉപ്പ ഇന്നലെ ഷഹീദായി പിറ്റേന്ന് കടക്കാരൻ വീട്ടിന്റെ മുന്നിലെത്തി. നിങ്ങളപ്പ ഞങ്ങൾക്ക് കടം തരണം. അപ്പൊ എന്റെ ഉപ്പ ഷഹീദായതല്ലേ എന്ന് ചോദിച്ചു. ആ, ഉപ്പ ഷഹീദായതാണ്, നിങ്ങൾ കുറച്ച് ഒന്ന് താമസിക്കില്ലല്ലോ, ഒട്ടും താമസിക്കൂല, കടം ഞങ്ങൾക്ക് കൂട്ടണം. ജാബിർ റളിയല്ലാഹു അൻഹു വേഗം ചെന്നു ഇലാ ഹദറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, കടക്കാരോട് ഒരു ചെറിയ ഇടവേള ചോദിച്ചു നോക്കണം, ഉപ്പ ഷഹീദായതല്ലേ എന്ന് പറയണം. നബി അതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ അവരതൊന്നും ഒരു മുറുക്ക് താഴോട്ട് ഇറക്കുന്നില്ല. അപ്പൊ തങ്ങൾ ചോദിച്ചു, അങ്ങനെയാണോ, നിങ്ങളുടെ ഉപ്പാക്ക് എന്താണ് ആകെയുള്ള വരുമാനം എന്ന് ചോദിച്ചു. ഒരു 10-12 മരം ഉണ്ടാവും, ഈത്തപ്പഴ മരം. അതിൽ കായ്ക്കനികൾ ഉണ്ടോന്ന് വെച്ചാൽ കായ്ച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ പറിക്കാനായിട്ടുണ്ട്, മുഴുവനായിട്ടില്ലെങ്കിൽ കുറച്ച് മരങ്ങളൊക്കെ പറിക്കാനായിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് തങ്ങൾ പറഞ്ഞു, നാളെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ തോട്ടത്തിലെത്തണം. തോട്ടത്തിലെത്തിയിട്ട് ഓരോ പറിക്കാനായ മരത്തിന്റെ മുകളിൽ നിന്നൊക്കെ പറിച്ച് ആ മരത്തിന്റെ ചുവട്ടിൽ അത് വെക്കണം. ഞാൻ വന്ന ശേഷമേ വിതരണം ചെയ്യാവൂ, ഒന്നും എടുക്കരുത്. ഓരോന്നും ഓരോ കൊട്ടയിലാക്കി ഓരോ മരത്തിന്റെ ചുവട്ടിൽ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് മദീന പള്ളിയിലെ ദർസും കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോട്ടത്തിലേക്ക് ചെന്നു. തോട്ടം ഒന്നിങ്ങനെ കറങ്ങി, തങ്ങൾ എല്ലാ മരത്തിന്റെ ചുറ്റൂടെ ഒന്നിങ്ങനെ കറങ്ങി ഓരോ കൊട്ടയിലേക്ക് നോക്കുന്നുണ്ട്. അധികം തോന്നുന്ന ഒരു കൊട്ടന്റെ സമീപത്ത് അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ദുഅലിയൽ ഖുറമ, കടക്കാരോടൊക്കെ വരാൻ പറയുന്നു. കടക്കാരോടൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര തരാനുള്ളത്? 500. നിങ്ങൾക്കോ? 500 ദിർഹം. നിങ്ങൾക്കോ? എനിക്ക് 400, എനിക്ക് 300, എനിക്ക് 1200. കണക്ക് പറഞ്ഞു. ആ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതലുള്ള കൊട്ടയിൽ നിന്ന് ഭാര്യ ഇങ്ങനെ കൊടുക്കാൻ പറയുന്നു. അതിന്റെ അടുത്ത് സയ്യിദുനാ റസൂലുള്ളാഹി ഭാര്യ കൊടുക്കുന്നു. ഭാര്യ എങ്ങനെ കൊടുക്കുന്നു? ഒരു കൊട്ടയിൽ നിന്ന്, ബാക്കി കൊട്ടകളൊക്കെ അവിടെ ഉണ്ട്, ഒരു കൊട്ടയിൽ നിന്ന് വാരി കൊടുക്കുന്നു. ഓരോരുത്തരുടെ അളവനുസരിച്ച് കൊടുക്കുന്നു. കടക്കാരൊക്കെ തീരുന്നു. പിന്നെയും കൊട്ടയിൽ അങ്ങനെ തന്നെ ബാക്കിയുണ്ട്. കുറച്ചാണെങ്കിലും തീർന്നിട്ടില്ല. ആ കുറച്ച്, ഈ കുറച്ച് എന്തുകൊണ്ട് കിട്ടിയതാണ്? ഈ 10-12 മരങ്ങളും ഉപ്പാന്റെ അധ്വാനാണ്. ദീനിന് വേണ്ടി ഖിദ്മത്തെടുക്കുമ്പോ കുടുംബം പോറ്റാൻ വേണ്ടി അധ്വാനിച്ച അധ്വാനം. ആ അധ്വാനത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബറക്കത്തുണ്ടായി കൊടുക്കുന്നത്. കടക്കാരൊക്കെ അങ്ങോട്ട് പോയപ്പോ മഹാനവർകൾ സന്തോഷം കൊണ്ട് ഇങ്ങനെ ചിരിച്ചിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ ഈ കണ്ട ഈ കാഴ്ച അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയട്ടെ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞോളിന്നോ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് പോയിട്ട് ഈ സംഭവം പറഞ്ഞിരിക്കുന്ന സന്തോഷത്തിന്റെ ദിവസമാണ്. ഉപ്പാന്റെ കടങ്ങളൊക്കെ വീടി, സമ്പാദ്യം ബാക്കിയാണ്, ഒരൊറ്റ ഈത്തപ്പഴം കുറഞ്ഞിട്ടില്ല, ഒക്കെ പറിച്ചതുപോലെ ബാക്കിയുണ്ട്. വലിയ കൊട്ടയിൽ നിന്ന് തങ്ങൾ എല്ലാവർക്കും വാരി കൊടുത്തു. ബാക്കി കൊട്ടകളൊക്കെ അങ്ങനെയുണ്ട്, ഞാൻ വിൽക്കാൻ പോവുകയാണ് പറിച്ച ഈത്തപ്പഴങ്ങൾ. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കത് നേരത്തെ മനസ്സിലായി. നിങ്ങളുടെ തോട്ടത്തിന്റെ അടുത്തുകൂടെ ഞാൻ പോകുമ്പോ എന്റെ കൂടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഇന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിന് ഭാഗ്യമുള്ള ദിവസമാണ്, ഇന്ന് വരുമാനം കൂടുതൽ കിട്ടുന്ന ദിവസമാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് വരുമാനം കിട്ടി, നല്ല സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങളെ ഉപ്പ അള്ളാന്റെ ദീനിന് വേണ്ടി ഷഹീദായത് കൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ബാപ്പ ദീനിന് വേണ്ടി ഷഹീദായപ്പോ എത്ര പെട്ടെന്നാ കടം വീടിയത്. നമ്മളെ നാട്ടിലൊക്കെ പൈസ ഇഷ്ടം പോലെ ബാക്കിയുണ്ടെങ്കിൽ 40 കഴിയട്ടെ, ആണ്ട് കഴിയട്ടെ, മോൻ വരട്ടെ, പിന്നെ മരവും വരട്ടെ, മൊത്തം വരട്ടെ ബാക്കി. മറ്റേ ആള് കബറിലാണെങ്കിൽ ആകെ ഇടങ്ങാറാവും ചെയ്യും. ഇത് ഷഹീദിന് എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പൊറുക്കും എന്ന് പറഞ്ഞിടത്തും മാറ്റി വെച്ചതാണ്. ഇല്ലദ്ദൈൻ, കടം ഒഴികെ. അത് മാപ്പാക്കൂല ഷഹീദിനും, അത് വീട്ടന്നെ വേണം. അതാണ് ഇത്ര പെട്ടെന്ന് കിട്ടിയത്. ഇന്നലെ ഷഹീദായി, ഇന്ന് കടം കിട്ടി. അവിടെയാണ് ഇമാം ബുഖാരി തങ്ങൾ ഒരു അഡ്രസ് ഉണ്ട്, ഒരു മേൽവിലാസം, ഒരു ഹെഡിങ്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്തെടുത്തത് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കടം കിട്ടിയത്. അങ്ങനെയാണ്. ഇനി നമ്മളെ നാട്ടിൽ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ വേറെ ഉണ്ട്, സമയപരിമിതമാണ്. എന്റെ ലക്ഷ്യം രക്ഷപ്പെടാനുള്ള മാർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ദീനിന്റെ ഖിദ്മത്ത്. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. അതിൽ ഇഖ്ലാസോടുകൂടെ നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മുടെ ഈ ഇവിടെ ഇപ്പോ ബഹുമാനപ്പെട്ട തങ്ങന്മാര് വന്നതുപോലെ ഉസ്താദുമാരും സാദാത്തുക്കളൊക്കെ ഇനിയും വരും. കാരണം ഒരുപാട് സ്ഥാപന സംരംഭങ്ങൾ നമുക്കുണ്ടല്ലോ. അവരൊക്കെ സ്വീകരിക്കുകയും സന്തോഷിപ്പിക്കുകയും മറ്റൊക്കെ ചെയ്യുന്നത്
ഒരു ഹിദ്മയായിട്ട് നല്ല ഇഖ്ലാസോടുകൂടെ നമ്മൾ നിർവഹിക്കണം. നമുക്കാർക്കും അതിലൊരു മടിയോ കുറവോ ഒന്നും ഉണ്ടാകരുത്. ഇതുവരെ ഉണ്ടാകാത്തതുപോലെ അങ്ങനെ മുന്നോട്ട് പോകണം. ഇവരും വന്നിട്ട് ഇനിയിപ്പോ അടുത്ത മാസം ആരാ വരുന്നത്, ഈ പിറ്റത്തെ മാസം ആരാ വരുന്നത്, അങ്ങനെ ഒരു ചെറിയ ചിന്ത പോലും നമ്മളെ മനസ്സിലുണ്ടാകാൻ പാടില്ല. നമ്മൾ കൊടുക്കുന്നത് 10 ആണെങ്കിലും 100 ആണെങ്കിലും 200 ആണെങ്കിലും കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പകുതിയിലേക്ക് പ്രവേശിച്ച നേരം നമ്മൾ ചൊല്ലിയതൊക്കെ ബഹുമാനപ്പെട്ട തങ്ങൾ ദ്വാരക്കാൻ പോവാണ്. സലാമത്തിന്റെ മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം. പ്രവാസ ലോകത്താണെങ്കിലും എൻ്റെ സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട്, ജ്യേഷ്ഠാനുജന്മാരോടൊക്കെ ഞാൻ പറയുന്നത് സലാമത്തിന്റെ മാർഗങ്ങൾ എപ്പോഴും സ്വീകരിക്കണം. അതിലൊന്നാണ് ദീനിന്റെ ഖിദ്മത്ത്. ഏറ്റവും മുഖ്യമായ ഒന്ന്. രണ്ടാമത്തെ ഒന്നാണ് ആ ഖിദ്മത്തിൽ നമ്മുടെ ശരീരത്തിനും കുടുംബത്തിനും ബറക്കത്ത് കിട്ടുന്ന ഒരു കാര്യമാണ് ജമാഅത്ത് നിലനിർത്തുക. പള്ളിയിലെ ജമാഅത്ത് ഇത് വലിയ ബറക്കത്തുള്ള സംഗതിയാണ്. ജീവിതകാലത്ത് പള്ളിയിലെ ജമാഅത്ത് ഒരൊറ്റൊന്നും വിടാതെ കാത്തു സൂക്ഷിച്ച മഹാനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ദിമഷ്കസിൽ ഒരു പള്ളിയിൽ ഇങ്ങനെ പോയപ്പോ അനസ് റളിയല്ലാഹു അൻഹു ഇരുന്നപ്പോ ആളെ കുറവുണ്ടപ്പോ മാനവர்கள் അറിയാതെ കരഞ്ഞുപോയി. എന്താ കരയുന്നത് വെച്ച് കൂടുതൽ ശിഷ്യന്മാർ ഈ ജമാഅത്തിനെങ്കിലും ഒരാൾക്കാർ കുറെ കണ്ടിരുന്നു, ഇപ്പൊ അതും കുറവായി പോയോ എന്ന് ആലോചിച്ച് കരഞ്ഞാണ് എന്ന് പറയും. പള്ളിയിലെ ജമാഅത്ത് നമ്മൾ അസാന്നിധ്യം ഉണ്ടാകരുത്, നമ്മുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകണം. പള്ളിയിലെ ജമാഅത്ത് നമുക്കൊരു അനുകൂല സാക്ഷിയാണ്. നമ്മൾ പള്ളിയിൽ നിസ്കരിക്കുന്ന ആ മുസല്ല ആഖിറത്തിലേക്ക് നമുക്കുള്ള 7 സാക്ഷികളിൽപ്പെട്ടൊരു സാക്ഷിയാണ്. ഒരു പള്ളിയിൽ ഇപ്പൊ ഏകദേശം ആ പള്ളിന്റെ ഉള്ളിലൊക്കെ നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹു തആലയിലേക്ക് വേണ്ടി നീക്കി വെച്ചൊരു സ്ഥലല്ലേ പള്ളി. എത്രയായാലും റൂം പോലെ ആവില്ലല്ലോ. അപ്പൊ ആ സ്ഥലം 7 സാക്ഷികളിൽ ഒരു സാക്ഷിയാണ് മക്കാൻ സ്ഥലം. ചിലപ്പോ നമുക്ക് സാക്ഷികളെ കിട്ടാറില്ല. വെള്ളിയാഴ്ച നഖം വെട്ടിയിട്ട് ആ നഖം കുഴിച്ചിട്ടാൽ അതൊരു സാക്ഷിയാണ്. കുച്ചിട നേരം കിട്ടുന്നത് സാക്ഷിയാണ്. നമ്മൾ ഉളു കൊടുക്കുന്ന സ്ഥലം അത് ശുദ്ധിയുള്ള സ്ഥലമാണെങ്കിൽ ആ സ്ഥലം സാക്ഷിയാണ്. സുഹൃതങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ സാക്ഷിയാണ്. അതിൽ മുന്തിയതാണ് പള്ളി. മരിച്ചാൽ കരയുന്ന ഭൂമിയിലെ ഒരു സ്ഥലമാണല്ലോ മുസല്ല, നിസ്കരിച്ച സ്ഥലം. അത് കരയും. ഇതാ മാത്തൽ മുഅ്മിനു ബക്കത്തലൈഹി മുസല്ല. മുഅ്മിൻ മരിച്ചാൽ മുസല്ല കരയും. ഇന്നലെ സുജൂദ് ചെയ്ത ആള് ഇന്നില്ലല്ലോ, ഇന്നലെ തസ്ബീഹ് ചൊല്ലിയ ആള് ഇന്നില്ലല്ലോ. ജമാഅത്ത് നമ്മൾ മുടക്കരുത്, അത് കൃത്യമായി സൂക്ഷിക്കണം. നമ്മുടെ ഉലമാക്കളൊക്കെ വീടിന്റെ അടുത്ത് ചെറിയ നിസ്കാരപ്പള്ളി നിർവഹിക്കാനുള്ള കാരണം, എന്റെ ഉസ്താദിന്റെ കാര്യം ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദ് അള്ളാഹു ദർജയേറ്റി കൊടുക്കണം. ഉസ്താദ് അവിടെ നിസ്കാരപ്പള്ളി വരണമെന്ന് പറയാൻ കാരണം, ക്ലാസ്സിലൊക്കെ പറയും എല്ലാ ജമാഅത്തും കിട്ടും, ചിലപ്പം വെള്ളിയാഴ്ചത്തെ രാവിലെ സുബൈ കിട്ടൂല. അന്ന് നാട്ടിലായിക്കോടെ ഉണ്ടാകാം, വ്യാഴ്ച ഉച്ചന്റെ ദിവസം പോകലും. അന്നത്തെ സുബൈ പോണത് വലിയൊരു നഷ്ടമാണ് എന്ന് കണക്കൂട്ടിയിട്ടാണ് അവിടെ നിസ്കാരപ്പള്ളി ഉണ്ടാക്കിയത്. ഒരു ജമാഅത്ത് കിട്ടാണ്. ജുമാഅത്തള്ളി കുറച്ച് നടക്കണം, പ്രായമായിട്ട് നടക്കാൻ കഴിയൂലല്ലോ. അടുത്ത തന്നെ നിസ്കാരപ്പള്ളി ഉണ്ടെങ്കിൽ ജമാഅത്തിന് സുഖാണല്ലോ എന്ന് കണക്കൂട്ടിയിട്ടാണ്. ഇപ്പൊ ജമാഅത്ത് വളരെ കാര്യഗൗരവത്തോടെ കാണേണ്ടതാണ്. അതിൽ ബർക്കത്തുണ്ടാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ബർക്കത്തുണ്ടായി. മഹാനവറുകൾക്ക് സാമ്പത്തികമായിട്ടൊരു തരി ക്ഷീണം പോലും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. നമ്മളെപ്പോലെ എന്നല്ല, മക്കൾ ഒരുപാട് പോറ്റാണ്ട്. സ്വന്തം മുതുകിൽ നിന്ന് തന്നെ 100-ലധികം മക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഹദീസിൽ പറയുന്നത്. അനസ് റളിയല്ലാഹു അൻഹു നബി ഞങ്ങൾ ദ്വാരം കൊടുത്താണ് മക്കൾ അധികം കൊടുക്കണം. നമ്മൾ ആർക്കെങ്കിലും അങ്ങനെ ദ്വാരം കൊടുക്കണേ ആൾക്കാർ ആമീൻ പറയണ ആദ്യം ചിന്തിക്കും, ആമീൻ പറയണോ പറയണ്ടേ. സമ്പത്തും അധികം കൊടുക്കണം, മക്കളെ അധികം കൊടുക്കണം. പേരമക്കളല്ല, സ്വന്തം മക്കൾ തന്നെ 100-ലധികം ഉണ്ട്. അപ്പൊ ഇവരൊക്കെ പോറ്റണ്ടേ? പോറ്റാൻ ഇഷ്ടം പോലെ സമ്പത്തും ഉണ്ട്. ഒരിക്കൽ സമ്പത്ത് കുറഞ്ഞു എന്ന് പറഞ്ഞു തൊഴിലാളി വന്നിട്ട്, ഇക്കൊല്ലം നിങ്ങൾക്ക് വേണ്ടതുപോലെ കിട്ടൂല എന്നാണ്. അത് പറ്റൂല, എനിക്ക് കുടുംബം പോറ്റണ്ടേന്ന് പറഞ്ഞു. ഇനി എന്താ ചെയ്യാന്ന് വെച്ചു, അതിനൊരു മുസല്ല എടുത്ത് മരുഭൂമിയിലേക്ക് നേരെ വിരിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് ഒറ്റ ദുആ. മഴന്റെ കുറവാണ് തൊഴിലാളി പറഞ്ഞത്, പോയൊക്കെ മഴ പെയ്യുന്നുണ്ടാവും. ആ തോട്ടത്തിൽ മാത്രം മഴ. നിസ്കരിച്ച് ദ്വാരുന്നു, ആ തോട്ടത്തിൽ മാത്രം മഴ. അവരവലമ്പാണ് നിസ്കാരവും ജമാഅത്തൊക്കെ. നമുക്കിതൊരു കളിയായി തമാശയായി തോന്നരുത്. പ്രവാസ ലോകത്തെത്തിയിട്ടും അടുത്ത പള്ളി ഉണ്ടായിട്ടും ഇത്ര സൗന്ദര്യമുള്ള ബാങ്ക് കേട്ടിട്ടും ഇങ്ങനെ പോകാനുള്ള വാഹന സൗകര്യം ഉണ്ടായിട്ടും ഇങ്ങനെ AC ഉള്ള പള്ളിയാണ് മുഴുവനും ഉണ്ടായിട്ടും 24 മണിക്കൂർ നമ്മുടെ പള്ളിയിൽ AC അല്ലേ? നമ്മളെ നാട്ടിലൊക്കെ 5 മിനിറ്റ് AC ഇട്ട് 6-ാമത്തെ മിനിറ്റ്
7ാമത്തെ മിനിറ്റായ ആ മോഹത്തിന്റെ ജോലി പോയി. അങ്ങനെ എത്തിയാലേ ജുമാക്കൊക്കെ ജുമാട് കഴിഞ്ഞ് സുന്നസ്കാരം തീരാൻ നേരണ്ടാവും ഓപ്പാക്കി. ഇവിടെ പകരല്ലേ 24 മണിക്കൂർ ഏസിയല്ലേ. പക്ഷെ പള്ളിന്റെ അകത്ത് നോക്കുമ്പോ കാലിയാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഒഴിവിട്ട് നേരത്തൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ് പള്ളിയിൽ ഇത്തിക്കാഫ്. റമളാനിൽ വിശേഷം ജമാഅത്ത് കളയരുത്. എല്ലാ ജമാഅത്തിനും ഓടിയെത്തുന്ന ഒരു സ്വഭാവമാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 13 ജമാഅത്തെ ആകെ ജീവിതത്തിൽ തങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിച്ചിട്ടുള്ളൂ. പള്ളി മാറ്റിയിട്ട് വീട്ടിൽ വെച്ച്, അതും അവസാന ഘട്ടത്തിൽ. ജമാഅത്തിന് താല്പര്യം തോന്നിയപ്പോ കുറച്ചൊക്കെ ഒരു ഉണർവ് കിട്ടിയെന്ന് കണ്ടപ്പോ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുപോകാമെന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട്. അത് തലക്കിങ്ങനെ ഒഴിച്ചു, തണുത്ത വെള്ളം ഒഴിച്ചു. അല്പം ആവേശം കിട്ടിയപ്പോ 2 സ്വഹാബത്തിന്റെ തോളിൽ കൈവച്ച് തങ്ങൾ ഇങ്ങനെ തള്ളവരില് നിലത്തൂടെ ഇങ്ങനെ വലിച്ചുകൊണ്ടാണ് ജമാഅത്തിന് പോയത്. എന്നിട്ട് അവിടെ ഇരുന്നിട്ടാണ് ഇമാമായി നിസ്കരിച്ചത്. മാമൂമുകളായ സ്വഹാബത്തൊക്കെ നിന്നിട്ടാണ് ജമാഅത്തിൽ പങ്കെടുത്തത്. അത്രയും താല്പര്യത്തോടെ തങ്ങൾ കണ്ട ഒരു സംഗതി ദുനിയാവിൽ വേറല്ല. അവസാനം തങ്ങൾ ദുനിയാവിൽ നോക്കി ചിരിച്ച വിഷയത റബീഉൽ അവ്വൽ 12 അന്ന് രാവിലെ തിങ്കളാഴ്ച വിരിയൊക്കെ ഇങ്ങനെ നീക്കി സുബഹിന്റെ നേരത്ത്. അപ്പൊ തങ്ങൾ വിരി നീക്കിയാതെ സ്വഹാബത്തിന് പെട്ടെന്ന് മനസ്സിലാവും തങ്ങൾ വരാൻ ഉദ്ദേശിക്കുകയാണെന്ന്. 2 കാരണം കൊണ്ട്. ഒന്ന് വെളിച്ചം, മറ്റൊന്ന് സുഗന്ധം അടിച്ചു വീശും. അപ്പൊ സ്വഹാബത്ത് ചില ആൾക്കാർ ഇങ്ങനെ കൈകൊട്ടി ഇമാമുക്കാൻ വേണ്ടി തങ്ങൾ വരികയാണെന്നുള്ള ആഗ്രഹം കൊണ്ട്. അപ്പൊ തങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആയം കാണിച്ചു, അവിടെ തന്നെ ഒന്നുകൂടി നിൽക്കി. പക്ഷെ തങ്ങൾ ആ സൊഫ് കണ്ടിട്ടൊന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചിരിച്ചു. അവസാനത്തെ സന്തോഷത്തിന്റെ ചിരിയാണ്. ആ സൊഫ് ഇങ്ങനെ നോക്കി ഒന്ന് ചിരിച്ചു. 10 കൊല്ലം മുമ്പ് ഈ സ്ഥലത്തൊരു കുട്ടിയും നിസ്കരിക്കുന്നവരല്ല. ഇപ്പൊ ഈ നിസ്കരിക്കാൻ വേണ്ടി കെട്ടി നിൽക്കുന്ന ഈ സൊഫൊന്നും 10 കൊല്ലം മുമ്പ് ഇവിടെ ഇല്ല. എന്തൊരു സന്തോഷാണ്. സുബഹിന്റെ ആ സൊഫാണ് അവസാനം കണ്ട് സന്തോഷിച്ചത്. ളുഹാന്റെ ടൈം ആകുമ്പോ തങ്ങളെ വഫാത്തായി. അപ്പൊ ജീവിതത്തിലെ വലിയ സന്തോഷം, സലാമത്തുള്ള ഒരു മാർഗമാണ്. ബറക്കത്ത് ആഗ്രഹിക്കുന്ന ആളുകൾ ജമാഅത്ത് ഒഴിവാക്കരുത്, നിത്യാക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ജമാഅത്ത് ഒഴിവാക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൂട്ടുപിടിക്കുന്ന ഒന്നാണ്. ജമാഅത്തിന് വേണ്ടി അധ്വാനിച്ച് ദൂരത്തുനിന്ന് വന്ന് കഷ്ടപ്പെട്ട ആളുകൾ കൂലി ആഗ്രഹിച്ച്. മദീനത്തുണ്ടായിരുന്ന ഒരു സ്വഹാബി, ആ സ്വഹാബി കുറെ ദൂരത്തുനിന്ന് വരണം, ജമാഅത്തിന് വരും. പക്ഷെ വിയർത്ത് കുളിച്ചിട്ടുണ്ടാവും. പള്ളിയിലെത്തും, പൊടിയുണ്ടാവും തലയിലൊക്കെ, ഈ കാറ്റടിച്ചിട്ടുള്ള പൊടി. അപ്പൊ ഒരു ഗോത്രം ഈ സ്വഹാബിന്റെ ഈ സാഹസികത അവസ്ഥ കണ്ടിട്ടൊരു വാഹനം വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു. കുതിര ഒട്ടകം എന്തോ ഇന്നത്തെ വാഹനമല്ലല്ലോ. പക്ഷെ ഈ സ്വഹാബി സ്വീകരിച്ചില്ല, വേണ്ട. പിന്നെയും പറഞ്ഞു വേണ്ട, ഒരു നിലക്കും സ്വീകരിച്ചില്ല. അവസാനം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതിപ്പെട്ടു. ഞങ്ങൾ ആഗ്രഹം കൊണ്ടാണ് ആ സ്വഹാബിക്ക് കുറെ ദൂരത്തുനിന്ന് വരേണ്ട ഒരു വാഹനം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി, പക്ഷെ സമ്മതിക്കുന്നില്ല. അപ്പൊ അടുത്തേക്ക് വിളിച്ചു വെച്ചപ്പോ പറഞ്ഞു, നബി, എന്റെ നടത്തം, എന്റെ വിയർപ്പിന്റെ കണങ്ങൾ, എനിക്ക് ഏൽക്കുന്ന പൊടിത്തുള്ളികൾ, ഇതൊക്കെ എനിക്ക് കിട്ടണം ആഖിറത്തിലേക്ക് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് പറഞ്ഞത്. ഞാൻ ആരോഗ്യവാനാണ്, ഇപ്പൊ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞത്. അതൻ കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജമഅല്ലാഹു ദാലിക കുല്ലഹു, മുഴുവനും അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളാ ഉദ്ദേശിച്ചത് എന്തെല്ലാം, എത്ര തുള്ളി ഉറ്റും എത്ര പൊടി പാടും, അതൊക്കെ അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഒരു കുറവില്ലാതെ അല്ലാഹു നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടി തന്നിരിക്കുന്നു. അപ്പൊ ആ സ്വഹാബിന്റെ ആഗ്രഹം നോക്ക് സഹോദരങ്ങളെ. നമ്മള് സുബഹിന്റെ ജമാഅത്തിന് പ്രത്യേകിച്ച് എഴുന്നേറ്റ് പോകണം. നമ്മള് സുബഹിന്റെ ജമാഅത്തിന് മദീന പള്ളിയിൽ വാങ്ങിക്കൊടുത്തിരുന്ന മുഅദ്ദിനെ കേൾക്കുമ്പോ തന്നെ നമുക്ക് പോകാൻ തോന്നണം. മദീന പള്ളിയിൽ സുബഹിക്ക് വാങ്ങിക്കൊടുത്തിരുന്ന 2 കണ്ണിനും കാഴ്ചയില്ലാത്ത സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു. സുബഹിക്ക് വാങ്ങിക്കൊടുക്കണേ സുബഹിന് മുമ്പ് പള്ളി എത്തണം. പിന്നെ നമ്മളമാര് 20 മിനിറ്റ് ഒന്നും മദീന പള്ളിയിൽ കാത്തുക്കൂലല്ലോ. സുന്നത്ത് സ്കരിച്ച് കഴിഞ്ഞാൽ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കും, കാമത്ത് കൊടുക്കാറ് ഇത്രേ സമയമുള്ളൂ. നമുക്ക് വേണ്ടി പള്ളികളിലൊക്കെ 20 മിനിറ്റ് കാത്തിക്കണം. ആ 20 മിനിറ്റ് നമുക്ക് പ്രതികൂലമാകാൻ പാടില്ല, അനുകൂലമാണ്. നമ്മൾ അത്താഴം കഴിച്ചോളും, സംഗതിക്കൊന്നും തോന്നെ കഴിച്ചു തോന്നുന്നു. എന്നും അങ്ങനെ തോന്നലാണ്. അപ്പൊ എന്നും അങ്ങനെ ഇരിക്കലാണ്, എന്നും അങ്ങനെ റൂമിലെ ജമാഅത്താണ്. നമ്മൾ ഗൾഫ് ലോകത്ത് വന്നിട്ട് ആകെ താമസിച്ചൊരു 10 കൊല്ലം ജമാഅത്താകെ കിട്ടിയ ജുമാക്ക് എന്നാകരുത്. അടുത്തടുത്തൊക്കെ പള്ളികളാണ്, വാഹനങ്ങളാണ്, എല്ലാവർക്കും സൗകര്യങ്ങളാണ് അല്ലാഹു തആല തന്നത്. നമുക്ക് സൗകര്യം തന്നതിനെ പറ്റി അല്ലാഹു തആല ഒറ്റ പരാതിയെ പറഞ്ഞിട്ടുള്ളൂ, വലഖദ് മക്കന്നാകും ഫിൽ അർദ് വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്. ഭൂമിയിൽ നിങ്ങൾക്ക് സംവിധാനങ്ങൾ നമ്മൾ ഏറ്റി തന്നു, ജീവിത മാർഗങ്ങൾ ഒരുപാട് തന്നു. കഴിഞ്ഞ കൊല്ലത്തെക്കാളും കൂടുതൽ ജീവിത മാർഗം കൊല്ലല്ലേ ഉണ്ട്.
ഞാൻ അടുത്ത കൊല്ലം ഒന്നുകൂടി പുരോഗമിക്കും. മാർഗങ്ങൾ വരും, ജോലികൾ എത്ര. ഒരു 25 കൊല്ലം മുമ്പ് നമ്മുടെ UAE ഇല്ലാത്ത ജോലി ഇന്നില്ലേ? ഉണ്ട്. എത്ര ജോലികൾ പുതുതായി വന്നു. ഇനി എത്ര വരും? പക്ഷേ ഇതൊക്കെ തന്നാലും ഖലീലമ്മാ തഷ്കുറൂൻ, നിങ്ങളീന്ന് ശുക്ർ അത് വളരെ കുറവാണ്. അല്ലാഹു തആലയുടെ പരാതി ഏറ്റവും ഉള്ളൂ, ഖലീലമ്മാ തഷ്കുറൂൻ. എല്ലാം നമ്മൾ തരുന്നുണ്ട്, പക്ഷെ ശുക്ർ വളരെ കുറവാണ്. ആലോചിച്ച് നോക്കുമ്പോ അങ്ങനെ തന്നെയാണ്. ശുക്ർ പറയാൻ പാടില്ല. അള്ളാഹുവിനുള്ള ശുക്രിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ജമാഅത്ത് നിസ്കാരം. അത് നമ്മൾ കൃത്യമായി മുറുകെ പിടിക്കണം. പിന്നെ ഒന്ന് ഞാൻ പറയട്ടെ, നമ്മൾ ഈ പാപങ്ങളൊക്കെ പൊറുപ്പിക്കുന്ന മാസത്തിലാണല്ലോ ഉള്ളത്. എപ്പോഴും റമദാനിലും ഷാബാനിലും ശവ്വാലിലും ഒക്കെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കിട്ടാൻ രക്ഷാമാർഗമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാർഗമാണ് കബായിർ, കബീറത്തുകൾ നമ്മിൽ നിന്നുണ്ടാകരുത്. അൽ ജുമുഅത്തു ഇലൽ ജുമുഅ, അസ്സലാത്തു ഇലസ് സ്വലാ, വ റമദാനു ഇലാ റമദാൻ കഫാറത്തുൽ ലിമാ ബൈനഹുന്ന. ഒരു റമദാൻ അടുത്ത റമദാൻ വരെ പാപങ്ങൾ പൊറുപ്പിക്കും, ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ, ഒരു നിസ്കാരം അടുത്ത നിസ്കാരം വരെ. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇദജ്തുനിബത്തിൽ കബായിർ, വൻകുറ്റങ്ങൾ വർജിച്ചാലാണ് ഈ പറഞ്ഞത്. വൻകുറ്റങ്ങൾ ഉണ്ടാകരുത്. ഇടക്ക് ഒരു സുബഹി നമുക്ക് മിസ്സായി പോയാൽ കഴിഞ്ഞു. ഇടക്കൊരു സുബഹി നമുക്ക് മിസ്സായി, നമ്മൾ ഖളാ കൂട്ടി. എപ്പോ? ജോലിക്ക് പോയാൽ നമ്മൾ ഉടന്ന് സുബഹിന്റെ ജമാഅത്തിന് നമ്മൾ വിളിച്ചിടും നീച്ചില്ല, പിന്നെ ഉറങ്ങി. ജോലി ടൈമായി ടൈമായി. എത്ര പെട്ടെന്ന് എത്ര ഇഖ്ലാസിലായി നമ്മൾ എണീറ്റ്. വാങ്ക് തലങ്ങുന്നും വരങ്ങുന്നും. എത്ര വാങ്ങപ്പതിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ തന്നെ എത്ര വാങ്ങാ കേൾക്കുക, എത്ര വാങ്ങ് കേട്ടു. അപ്പൊ കബീറത്തുകൾ വരാതെ കാത്തു സൂക്ഷിച്ചാൽ ഈ അമലുകൾ തന്നെ മതി, ദോഷങ്ങൾ പൊറുക്കാൻ ധാരാളമാണ്. കബീറത്തുകൾ ഉണ്ടായാല് അമലുകളെ കൊണ്ട് ദോഷം പൊറുപ്പിക്കാൻ കുറച്ച് പ്രയാസമാണ്. അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയെങ്കിലേ ആ ചെറിയ അമലുകളെ കൊണ്ട് ചെറുദോഷങ്ങൾ പുറത്തു വിട്ടുകയുള്ളൂ. അതൊരു കണ്ടീഷൻ വെച്ചത് നമ്മൾ മാത്രമല്ല, അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്, ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. വൻദോഷങ്ങൾ നിങ്ങൾ വർജിക്കുകയാണെങ്കിൽ ചെറുദോഷങ്ങൾ നമ്മൾ പുറത്തു തരും. വൻദോഷങ്ങൾ വരാതെ നമ്മുടെ ജീവിതം കാത്തു സൂക്ഷിക്കണം കഴിവിന്റെ പരമാവധി. വൻദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകും, പക്ഷെ ശ്രദ്ധിക്കണം. സന്തോഷങ്ങൾ ഒന്നും രണ്ടും അല്ല. ഇപ്പൊ ഗീബത്ത് പറയുന്നത് ചെറുദോഷങ്ങളിലാണ് എണ്ണിയത്, പക്ഷെ അതിന് റേഞ്ച് കൂടുതലുള്ള തലം വന്നാ വൻദോഷായി. ഫത്ഹുൽ മുഈൻ അങ്ങനെയല്ല പറഞ്ഞത്. ഗീബത്ത് ആദ്യം പറയാൻ പാടില്ല, വലൗകാന കാഫിറൻ, വലൗകാന കാഫിറിനെ പോലും ഗീബത്ത് പറയാൻ പാടില്ല, ഹറാമാണ്. ചർച്ചകൾ വരുമല്ലോ ഇപ്പോ അല്ലെ, 2024 തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വരില്ലേ. അവിടെ പറഞ്ഞു കുറച്ചുകൂടി സ്റ്റേജിലേക്ക് കയറിയാൽ ഉയർന്ന ആൾക്കാർ, സയ്യിദന്മാര്, ഉലമാവ്, അവരെ പറയുമ്പോ അത് കബീറത്തായി മാറും, വൻകുറ്റായി മാറും. വൻകുറ്റം ഒന്ന് ചെയ്താൽ അത് പൊറുപ്പിക്കാൻ പിന്നെ തൗബ തന്നെ വേണം. അങ്ങനെ വൻകുറ്റം ചെയ്താലുള്ള വിഷയം തൗബ തന്നെ വേണം. നമ്മൾ ചെയ്താലും അങ്ങനെ. ഇപ്പൊ എനിക്കൊരു നിസ്കാരം ഖളായിന് കൂട്ടിക്കൂടി നിങ്ങൾ, ഒരു കാരണമില്ലാതെ നിസ്കാരം ഖളായി. കാരണം നമ്മുടെ ജോലി കാരണമല്ല, അതേപോലെ തന്നെ കല്യാണവും സൽക്കാരവും രോഗമൊന്നും കാരണമല്ലല്ലോ. ഉറക്കം കാരണമാണ്, അനിയന്ത്രിതമായ ഉറക്കം. എന്നും ഉറങ്ങിയിട്ട് എനിക്ക് നിൽക്കുന്ന ആളെ പറ്റില്ല പറഞ്ഞിട്ടോ, അതിന് അനിയന്ത്രിതം എന്ന് പറയില്ല, അത് മൂപ്പര് പണി തന്നെയാണ്. അത് അനിയന്ത്രിതല്ല. ഒരിക്കൽ എന്നും എണീക്കുന്ന ആളാണ്, ഒരിക്കൽ എന്താ അറിയില്ല, ക്ഷീണം കൂടി അല്ലെങ്കിൽ സുഖം കൂടി, രണ്ടും ആകാലോ. അയാൾ എണീറ്റിന് അയാൾ വേദാതെ പഠിച്ചോനെ എന്റെ സുഖി, ഒരിക്കൽ അങ്ങനെ സംഭവിച്ചാൽ അനിയന്ത്രിതമായി ഇറങ്ങിപ്പോയി. നിസ്കരിച്ചാൽ മതി, അല്ലാഹു തആല സൂക്ഷിക്കൂല. എന്നും 8 മണിക്ക് എണീക്കുന്ന ആൾക്ക് ആ വകുപ്പല്ല കൂട്ടണ്ടേ, ആൾക്ക് ചേകന്നൂന്റെ വകുപ്പാ കൂട്ടണ്ടേ. മൂപ്പർക്ക് എപ്പോഴാണോ ആൾ എണീക്കണം അപ്പോഴാണ് സുബഹി. എന്താണ് ആ മതത്തെ കുറിച്ച് ആലോചിച്ചൊക്കെ എന്ത് സുഖം അല്ലേ, എന്തൊരു സുഖം. 10 മണിക്ക് എണീച്ചാൽ 10 മണിക്കാ സുബഹി. ഈ 10 മണിക്ക് എണീക്കാൻ 2 മണിക്കാണ് എപ്പോഴാ സുബഹി. ദുഹറില്ല, ഉണ്ടെങ്കിലല്ലേ ദുഹറുള്ളൂ, ദുഹറില്ല. ഈ എപ്പോഴാണ് ഒരാൾ എണീക്കുന്നത് അപ്പോഴാണ് സുബഹി. അതാണ് മൂപ്പർ സിദ്ധാന്തം. അത് നമുക്ക് പറ്റൂലല്ലോ. നമ്മളോട് സുബഹിക്കൊരു ടൈമും കണക്കും പറഞ്ഞിട്ടില്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു സുബഹി അങ്ങനെ ഖളായെന്ന് കുട്ടികൾ ഉദാഹരണം പറയാം. അത് ഞാൻ ഖളാ വീട്ടിയാലും പിന്തിച്ചത് ഖളാ ആക്കിയത് പൊരുത്തപ്പെടണമെങ്കിൽ തൗബ വേണം, അല്ലാതെ അല്ലാഹു തആല അത് പൊറുക്കൂല. ഖളാ വീടി, പക്ഷെ ആ പിന്തിച്ചു എന്നുള്ള ആ കുറ്റം അത് വൻകുറ്റാണ്. വൻകുറ്റങ്ങൾ ചെയ്യണമെന്നല്ല,
700-ലധികം വൻകുറ്റങ്ങൾ എണ്ണിയിട്ടുണ്ട് ഇമാം സുബിക്ക് റളിയല്ലാഹു അൻഹു. അതിൽപ്പെട്ട ഒന്നാണ് തർക്കുസ് സ്വലാത്ത്, നിസ്കാരം കാരണമല്ലാതെ ഒഴിവാക്കുക. 2 കാരണങ്ങളാണ് നിസ്കാരത്തെ പറ്റി അല്ലാഹു തആല ശിക്ഷിക്കാത്ത കാരണം. ഒന്ന് അനിയന്ത്രിതമായ ഉറക്കം, മറ്റൊന്ന് മറവി. ബാക്കിയുള്ളൊന്നും കാരണമല്ല. ബാക്കി ഇപ്പൊ നമ്മളെ തിരക്കോ കാര്യങ്ങളോ ഒന്നും കൂട്ടില്ല, ജോലിയൊന്നും കൂട്ടില്ല. ജോലിയൊന്നും കാരണം, പഠനം പോലും കാരണമല്ലല്ലോ. കാരണമായിട്ട് കൂട്ടാണെങ്കിൽ ഒരു കാരണം കൂട്ടേണ്ടിയിരുന്നു. യുദ്ധം അല്ലെ, എത്ര സാഹസികമാണ്. പക്ഷെ യുദ്ധത്തിൽ നിസ്കരിക്കണം എന്നുള്ളതിന് 3 ശൈലിയാണ് അള്ളാഹു ഖുർആനോട് പഠിപ്പിച്ചത്. 1, 2 ഒന്നല്ല, 3 സലാത്തുൽ ഖൗഫിന്റെ ശൈലി. അതും ജമാഅത്തായിട്ട്. സൂറത്തുൽ നിസായിലെ ആയത്തിൽ ജമാഅത്തായി നിസ്കരിക്കാനാവും, ഒറ്റക്ക് നിസ്കരിക്കാനല്ല. ഒരു വിഭാഗത്തെ അവിടെ നിർത്തി ഒരു വിഭാഗത്തെ കൊണ്ട് തങ്ങൾ നിസ്കരിക്കണം. റക്അത്ത് അവര് നിസ്കരിച്ച് സലാം വീട്ടിൽ പോയി മറ്റൊരൊന്നും വീണ്ടും തുടർന്ന് പിന്നെ സലാം വിട്ടണം. ജമാഅത്തായി നിസ്കരിക്കാൻ ഒന്ന് ഒഴിവാക്കാൻ പറഞ്ഞെങ്കിൽ ഒരു മേഖല അതായിരുന്നു. കാരണം അപ്പുറത്ത് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചൂട് പിടിച്ച് നിൽക്കുക സായുധരായിട്ട്, ഇപ്പുറത്ത് സ്വഹാബത്തോട് നിസ്കരിക്കുക. ഈ ഘട്ടം വേണ്ട, ആ ഘട്ടത്തിലൊന്നും ഒഴിവാക്കിയാലും നോമ്പ് പോലും ഒഴിവാക്കാൻ പറഞ്ഞില്ലേ, ഒഴിവാക്കാൻ പറഞ്ഞു. നിസ്കാരം അങ്ങനല്ല, വളരെ ഗൗരവത്തോടെ നമ്മളത് കയ്യിൽ കരുതണം. നിസ്കാരം ഒഴിവാക്കരുത്, എപ്പോഴും സൂക്ഷിക്കണം. അപ്പൊ അല്ലാഹു തആല നമുക്ക് ഖൈറും ബർക്കത്തും ഏറ്റിത്തരും. നമ്മളെ സദസ്സ് അല്ലാഹു കബൂലാക്കട്ടെ. പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരട്ടെ. സലാമത്തിന്റെ മാർഗങ്ങൾ എന്തെങ്കിലും ഒന്നൊക്കെ ആഗ്രഹത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നതിൽ നമ്മുടെ ഈ പ്രവാസ ലോകത്തുള്ള ജീവിതത്തിലെ ദീനിന്റെ ഖിദ്മത്ത്, നമ്മുടെ ജമാഅത്ത്, നമ്മുടെ ഒത്തൊരുമ, സ്ഥാപനങ്ങളെ മറ്റൊക്കെ സഹായിക്കുന്നത് ഒക്കെ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വെറുതെ ആകരുത്. നമ്മുടെ 10 കൊല്ലത്തെ ജീവിതമാണെങ്കിൽ അത് ഖൈറാകണം, നല്ല രൂപത്തിലാകണം. നിസ്കാരങ്ങളും മറ്റുമൊക്കെ ഖളായി പോയതുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിയെടുക്കണം. കുറെ അങ്ങോട്ടാകാൻ കാത്തിക്കണ്ട. ഇനി മേലാൽ അങ്ങനെ ഖളാക്കൂലാൻ ദൃഢനിശ്ചയം ചെയ്യണം. നമ്മൾ അങ്ങനെ ഒരു നിസ്കാരം ഒഴിവാക്കാത്ത ആൾക്കാരാകണം. അത് വിമാനത്തിലാണെങ്കിലും അങ്ങനെ തന്നെ, വിമാനത്തിൽ കയറുമ്പോഴും അങ്ങനെ തന്നെ. വിമാനത്തിൽ ആ സമയത്തെ കയറാൻ കഴിയുള്ളൂ, പാകം പോലെ നിസ്കരിക്കണം, ഇറങ്ങിയിട്ട് പിന്നെ നിസ്കരിക്കണം. 2 നിസ്കാരമാണ് ഉസ്താദ്, ഒറ്റ നിസ്കാരം പോലെ പോരാ. സമയത്തെ മാനിച്ചൊരു നിസ്കാരം നമ്മൾ നിസ്കരിച്ചാൽ ഖളാ ആക്കി പിന്തിച്ചു എന്ന പട്ടികയിൽ ശിക്ഷ, കുറ്റം നമുക്ക് വരില്ല. ഞാനിപ്പോ വിമാനത്തിൽ കയറി നിസ്കരിക്കേണ്ട ടൈമായിരുന്നു. വിമാനത്തിൽ കയറി ഉളൂക്കെടുത്ത് കയറണം, സൗകര്യം ഉണ്ടല്ലോ. മുമ്പത്തെക്കാളും വേറെ സൗകര്യമില്ലേ? ഇനി ഉളൂർക്കാൻ വിമാനത്തിൽ സൗകര്യം ഉണ്ടല്ലേ? അതിനെ ഉളൂർക്കാരണം. ഒന്നായിട്ട് വെള്ളം ആൾക്കാരുടെ ഒക്കെ ഒന്നായിട്ട് ഒഴുക്കി വിടരുത്. ഉളൂർക്കാരുമ്പോൾ ബക്കറ്റ് വെള്ളം ആകരുത് തസവറാക്കേണ്ടത്. ഒരു കുപ്പി വെള്ളം കൊണ്ട് ഉളൂർത്ത് പഠിക്കണം, എന്നാ കഴിയും. പക്ഷേ ഉളൂർക്കുമ്പോ ആൾക്കാരൊക്കെ നോക്കും, കാല് നനയുണ്ട്, ചെരുപ്പ് നനയുണ്ട്, വെള്ളം കൊണ്ട് ഒഴുക്കി വിട്ടാൽ. ഒരു കുപ്പി വെള്ളം കൊണ്ട് കുറച്ച് ഉളൂർത്താൽ മതിയല്ലോ. അവിടെ വിമാനത്തിൽ നല്ല ഫർള് മാത്രം കഴിക്കാൻ മതി. ഒന്ന് മുഖം കഴിക്കാം, ഒന്ന് കയ്യും ഒന്നിങ്ങനെ തടവുക, കാലൊന്നും കുറച്ചിങ്ങനെ നനക്കുക, 2 ഭാഗവും നനക്കേണ്ട ഭാഗം. ഒരു കുപ്പി വെള്ളം കൊണ്ട് കഴിക്കും. സാധാരണ നമ്മൾ കുടിക്കാൻ വാങ്ങുന്ന കുപ്പികൾ 4 വെള്ളം ബാക്കിയായിരുന്നു. അങ്ങനെ ഉളു കൊടുത്ത ആ സീറ്റിൽ ഇരുന്ന് സമയം പരിഗണിച്ചുകൊണ്ട് നിസ്കരിച്ചു. ഇവിടെ ശരിയല്ല, ശരിയാണോ? ശരിയല്ല. ട്രെയിനിലുള്ള അതേ അവസ്ഥ തന്നെ. കുടുങ്ങിയിട്ട് ട്രെയിൻ നിസ്കരിക്കൂലേ? നിസ്കരിക്കണം. നിസ്കരിച്ചില്ലെങ്കിൽ എന്താ വരിക? നിസ്കരിച്ചില്ലെങ്കിൽ നമ്മൾ അത് പിന്തിച്ചു എന്ന് വരും. കാരണമല്ലാതെ ആ നിസ്കാരത്തെ നമ്മൾ പിന്തിച്ചു, നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഒരു കുറ്റം നമ്മളെ പേരിൽ ചാർത്തപ്പെടും. ഇതിപ്പോ ഷർത്തൊത്തിട്ടില്ല, അതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഒന്നുകൂടി ക്ലിയർ ആക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ യാത്ര ഇനി കാസർഗോഡ് എടുക്കാണെങ്കിൽ ഇറങ്ങിയതിന് ശേഷം അത് കസറാക്കി നിസ്കരിച്ചാൽ മതി. ജമ്മു കസറാക്കി ഒരു ബുദ്ധിമുട്ടില്ല, യാത്രയിലല്ലേ, ഒരു പ്രയാസമില്ല. നമുക്ക് എളുപ്പാക്കാനല്ലേ അല്ലാഹു തആല വന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്നു. ളുഹ്റ് നമുക്ക് എത്ര എളുപ്പാക്കിയിട്ടാ ളുഹ്റും അസ്റും അല്ലാഹു തആല തന്നത്. കസറും ജമ്മുമാക്കി നിസ്കരിക്കാം. നമ്മളെ പരിഗണിച്ചുകൊണ്ടല്ലേ സഹോദരങ്ങളെ, എത്ര എളുപ്പമാണ്. പക്ഷെ നിസ്കരിക്കുന്ന ആൾക്കാരെ നമ്മളൊന്നും ഇങ്ങനെ കണ്ണൂർ നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും വിമാനത്തിൽ? പേടിയാണ്. ഇറങ്ങണ ഒരേ ഇസ്തിഗ്ഫാർ ഇല്ലാന്ന് തോന്നില്ലേ? കാരണം എന്തെന്നാണ് എന്ത് സംഭവിച്ചാൽ, കാരണം അക്സറുന്നാസും ഇങ്ങനെ ഇരിക്കുകയാണ്. അക്സറുന്നാസും ഇങ്ങനെ ഇരിക്കല്ലേ. നമ്മളെ ആൾക്കാരാണ് അധികവും ആ വിമാനത്തിലുള്ളത്. അക്സർ ആരാ? നിസ്കരിക്കാത്തവര്. എന്തിനു സംഭവിച്ച കഴിഞ്ഞില്ല കഥ. സ്വലാത്തും ദിക്റും ചെല്ലല്ല, എന്താ മാർഗങ്ങള്? പേടിയാണ്. അതുകൊണ്ട് നിസ്കാരം വിടാതെ എപ്പോഴും അത് ശ്രദ്ധിക്കണം. മരിക്കുന്ന സമയം വരെ ഒരു നിസ്കാരം പരടിയിലാകാതെ നല്ലോണം ശ്രദ്ധിച്ച് അതായി നിർവഹിക്കാൻ അള്ളാഹു ആഫിയത്ത് അള്ളാഹു നമുക്ക് നിലനിർത്തി തരണം. ഒരൊറ്റ നിസ്കാരം ഒഴിവാക്കി എന്നുള്ള വിഷയം വരരുത്. ഒരു ജമാഅത്ത് പോയതിനാണ് ഒരു തോട്ടം ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തത് സംഭാവനയായിട്ട്. ഒരു തോട്ടെ, ഒരു കാരക്കത്തോട്ടം കൂട്ടിയൊക്കെ വില ഇപ്പൊ നമ്മൾ കൂട്ടണ്ടല്ലോ, അന്നത്തെ വില.
തോട്ടത്തിലൊന്നിങ്ങനെ കയറിയതാണ്, ഒന്നിങ്ങനെ നോക്കാൻ വേണ്ടി പതുക്കെ ഒന്നും കയറി ഒന്നിങ്ങനെ ഇറങ്ങിയപ്പോഴേക്കിന് ജമാഅത്ത്, പള്ളിയിൽ ജമാഅത്ത് വരും. മദീന പള്ളിയിൽ ഒരു ജമാഅത്ത് കഴിഞ്ഞാലും അവലൊത്ത് കഴിയൂലല്ലോ. ജമാഅത്തിന് ഒരാളെ കൂട്ടിക്കൊണ്ടാലും റളിയല്ലാഹു ജമാഅത്ത് കിട്ടുമല്ലോ. പക്ഷെ അവര് ജമാഅത്ത് കിട്ടിയില്ലല്ലോ എന്നുള്ളവർക്ക് അപ്പൊ തന്നെ സ്വതക്ക കിട്ടും. ഹാദിഹി സ്വതഖത്തുൻ അലാ മസാക്കീനിൽ മദീന. ഇത് മദീനയിലെ മിസ്കീന്മാർക്കാണ്. കാരണം നാളെ ഈ തോട്ടത്തിൽ കയറാം, എന്റെ ജമാഅത്ത് പോകാം, അതുകൊണ്ട് ഇനി ജമാഅത്ത് പോകാൻ പാടില്ല. സംഭാവന ചെയ്തു. അവര് ജമാഅത്തുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? വളരെ വലിയ ബന്ധമാണ്. നമ്മളെ ദീനീ ഖിദ്മത്തില് അതെപ്പോഴും നേടിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ സ്വീകരിക്കണം. നമ്മളത് കൂടെ കൊണ്ട് നടക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ലോക പ്രശസ്തനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു 21ാമത്തെ വയസ്സിൽ കണ്ണിന് കാഴ്ച പോയ മഹാനാണ്. എത്ര വയസ്സിൽ? 80 ചില്ലാനം വയസ്സ് ജീവിച്ചിട്ടും ലോകത്തെ എല്ലാ ഭാഗത്തും ഹദ്ദാദില്ലേ? നമ്മൾ ചൊല്ലല്ലേ ഹദ്ദാദ്? നോക്കി നിങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ പരസ്യം വന്നിട്ടാണോ എല്ലാവരും ഹദ്ദാദിൽ? അത് മഹാനവർകൾ ചൊല്ലിയ ദിക്റിന്റെ സ്വീകാര്യതയാണ്. എല്ലാ ദിവസവും പള്ളിയിലേക്ക് വന്ന ളുഹറിന്റെ ശേഷം 1000 തവണ ദിക്റല്ലോ. എത്ര തവണ? ഏത് ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹ് 1000 തവണ. റമദാൻ ആകുമ്പോ ദർസ് ഉണ്ടാവില്ലല്ലോ, അപ്പൊ 2000 തവണ ചൊല്ലും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവര് ചൊല്ലിയ ആ ദിക്റിന്റെ സ്വീകാര്യതയാണ് ലോകത്ത് പരന്നത്. എല്ലാരും അത് സ്വീകരിച്ചത്. ഹദ്ദാദ് റാത്തീബ് അങ്ങനെ ഹദീസിലൊന്ന് ദിക്ർ. കണ്ണിന് കാഴ്ചയില്ലാത്ത ഈ മഹാനും വടിയും കുത്തിപ്പിടിച്ച് ജമാഅത്തിന് കറക്റ്റായിട്ട് എത്തുമായിരുന്നു. അവരൊക്കെ അങ്ങനെ എത്തുമ്പോൾ നമ്മൾ ശീലിക്കണം കഴിവിന്റെ പരമാവധി. എപ്പോഴെങ്കിലുമൊക്കെ നിർബന്ധ സാഹചര്യത്തിൽ റൂമിൽ വെച്ച് നിർവഹിക്കേണ്ടി വരികയാണെങ്കിൽ ചെയ്യാനല്ലാതെ ബാക്കിയൊക്കെ നമ്മൾ പള്ളിയെ ആശ്രയിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അടുത്തുള്ള പള്ളിയിൽ ജമാഅത്ത് ആശ്രയിച്ചുകൊണ്ട് ജമാഅത്ത് നിർവഹിക്കണം. കൃത്യമായി ജമാഅത്ത് നിസ്കരിക്കുന്ന ആളുകൾക്കുള്ള ബറക്കത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ.